ഭരണം ഉറപ്പിച്ച കോൺഗ്രസ് നേതൃയോഗം 85 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിന് പുതുജീവൻ നൽകിയിരിക്കുകയാണ്. മൂന്നാം പിണറായി സർക്കാർ എന്ന ടാഗ് ലൈന് മുന്നിൽ പകച്ചു നിന്നിരുന്ന കോൺഗ്രസിന് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തെല്ലും ഭയമില്ല എന്നാണ് നേതാക്കളുടെ ശരീരഭാഷ വ്യക്തമാക്കുന്നത്. ഇപ്പോഴിതാ കേരളത്തിൽ കോൺഗ്രസ് ഭരണം വരുമെന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃയോഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 85 മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. 140 സീറ്റിൽ ഏറ്റവും കുറഞ്ഞത് 85 സീറ്റിൽ വിജയിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. വയനാട് നേതൃയോഗത്തിലെ മേഖല തിരിച്ചുള്ള അവലോകന യോഗത്തിലാണ് ഈ വിജയസാധ്യത കണക്ക് കൂട്ടിയത്. കാസർഗോഡ് 3 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂരിൽ 4, കോഴിക്കോട് 8, പാലക്കാട് 5, തൃശൂരിൽ 6, ഇടുക്കിയിൽ 4, ആലപ്പുഴയിൽ 4, കോട്ടയത്ത് 5, കൊല്ലത്ത് 6, തിരുവനന്തപുരത്ത് 4 എന്നിങ്ങനെയാണ് കോൺഗ്രസ് ഓരോ ജില്ലകളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സീറ്റുകളുടെ കണക്ക്. ഘടകകക്ഷികളുടെ കൂടി സീറ്റുകൾ കൂട്ടുമ്പോൾ വയനാട്, പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിൽ മുഴുവൻ സീറ്റുകളും നേടുമെന്നും പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സ് മീറ്റിൽ നിരവധി അഭിപ്രായങ്ങളും ഉയർന്നു വന്നു. മുതിർന്ന നേതാക്കളാണ് അഭിപ്രായങ്ങൾ പറഞ്ഞത്. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ പിണക്കരുതെന്നും സമുദായ സംഘടനകളെ പരിപൂർണമായി വിശ്വാസത്തിലെടുക്കണമെന്നുമാണ് കെ മുരളീധരൻ പറഞ്ഞത്. 2019 ലോക്സഭാ വിജയത്തോടെയുണ്ടായ അമിത ആത്മവിശ്വാസം വേണ്ടെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി പറഞ്ഞു. അതേസമയം ഭിന്നാഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയണമെന്ന് തിരുവനന്തപുരം MPയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ ശശി തരൂർ പറഞ്ഞു. എന്തായാലും കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ്. തിരിച്ചടികൾക്കിടയിലും ഉണ്ടായ അപ്രതീക്ഷിത വിജയം തന്നെയാണ് കോൺഗ്രസിനെ കരുത്തരാക്കിയിരിക്കുന്നത്. വിജയത്തോടടുക്കുമ്പോൾ നേതാക്കൾ തമ്മിൽ തല്ലുന്ന പതിവ് ശൈലി ഒഴിവാക്കി കൂട്ടത്തോടെ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ കോൺഗ്രസിന് ചെറുതല്ലാത്ത നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാനാകേക്കും.